അങ്ങനെ കൊടുത്തിട്ട് ആ ബാത്റൂമിന്റെ ഭിത്തി ഉണ്ടല്ലോ, ഓ അവിടെ എനിക്കൊരു മറ്റേ ഈ അയൺ ബോക്സ്, ആ സെറ്റ് അയണിങ് ചെയ്യണം. ടേബിള് മറ്റേ ഫോൾഡബിൾ ഉണ്ടല്ലോ, അത് മനസ്സിലായി. ആ വെക്കാൻ ആ പറ്റുക അവിടെ ഉള്ള സ്പേസ് ഉണ്ടോ ആ എന്നുള്ളതാണ് പറ്റും ഞാൻ പറ്റും ആലോചിക്കുന്നത്. പറ്റും. അതിനാകെ ഒരു 35 സെന്റിമീറ്റർ ഒക്കെ മതി, വിട്ട് മതി. ആ ഐഡിയ എങ്ങനെയുണ്ട്? അത് നല്ലതാണ്, അതെന്റെ വീട്ടിലും ചെയ്തിട്ടുണ്ട്. ഓക്കെ. അങ്ങനെ ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു ഓക്കെ. ഗ്യാപ്പിൽ. പിന്നെ അല്ലെങ്കിൽ ആ വേറെ മുകളിലായിട്ടും ചെയ്യാറുണ്ട് കേട്ടോ, ഡ്രോയിങ് ഫസ്റ്റ് റൂമിലൊക്കെ. ഫ്ലോറിൽ. ആ അപ്സ്റ്റെയറിലായിട്ട് ഡ്രോയിങ് ഏരിയ അല്ലേ അവിടെ മുകളിൽ. ഓക്കെ, ഞാൻ മുകളിൽ വലുതായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. കാരണം എൻ്റെ പേരൻസ് നാട്ടില് അവർ മാത്രമേ ഉള്ളൂ. ഓക്കെ മിക്കവാറും ഓക്കെ. ഇനി ആ അങ്ങോട്ടും അവർ മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പം അവർ ഈ മുകളിലേക്ക് കയറുക എന്നൊക്കെ പറഞ്ഞാൽ ആ ഇപ്പോഴേ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ശരി. അതുകൊണ്ട് ഞാൻ മുകളിൽ ഞാൻ അങ്ങനെ വലുതായിട്ട് കാണുന്നില്ല. എനിക്ക് ഫസ്റ്റ് ഫ്ലോർ ഒന്ന്, അപ്പൊ ഇവിടെ ഞാൻ ആ കവാടം കൊടുത്തത് അങ്ങനെ ഒന്ന് കൊടുത്തു നോക്കും കേട്ടോ. ആ കൊടുത്ത് നോക്കാം, പിന്നെ നമുക്ക് എങ്ങാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് മാറ്റാം. ഓക്കെ, എനിക്ക് ആ കവാടം കൊടുത്തിട്ട് ആ കവാടത്തിന്റെ അകത്ത് ആ സ്പേസ് ഉണ്ടോ എന്ന് അറിഞ്ഞാൽ മതി. സ്പേസ് ഉണ്ടെങ്കിൽ ആ കവാടം അവിടെ ഓക്കെയാണ്. ആ അത് ഓൾറെഡി ഈ ബോള് നേരെ മുകളിലേക്ക് വന്നിട്ട് അവിടെ ജസ്റ്റ് നമുക്ക് ലാമിനേറ്റ്സ് വെച്ചിട്ടോ അങ്ങനെ വുഡൻ ലാമിനേറ്റ്സ് യൂസ് ചെയ്തോ അങ്ങനെയെല്ലാം ഓക്കെ, ചെയ്ത് അവിടെ ഒരു കഴിഞ്ഞാൽ. എനിക്ക് തോന്നുന്നത് അവിടെ ഒരു ലിൻഡൽ കൊടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ലിൻഡൽ കൊടുക്കാനായിട്ട് ഇപ്പം ഇത്രയും ഗ്യാപ്പ് വരും, എന്തായാലും വേണ്ടി വരുമായിരിക്കും. അല്ലേ? പിന്നെ എന്നാലല്ലേ അവിടെ ഒരു കവാടം ബാത്റൂമിൻ്റെ പോലെ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ആ മേളിന്ന് തന്നെ സെയിം അല്ലേ ആ വരുന്നത്? ഒരു 30 സെന്റിമീറ്ററിന്റെ ഹൈറ്റിൽ വേണ്ടി വരും ഉം. ലിൻഡൽ അതായത് ഹൈറ്റ്. ആ ലിൻഡൽ ഹൈറ്റിൻ്റെ കാര്യം പറഞ്ഞു. ആ ഓക്കെ. നമ്മളത് ബീമായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് താഴത്തേക്ക് നിന്നിട്ട് അങ്ങനെയല്ലേ. ആ അതെ, എന്നാലല്ലേ ആ ഒരു ആ കവാടത്തിന്റെ ലുക്ക് ആ വരും. ആ അല്ലെങ്കിൽ അത് മേളിലത്തെ ആ സീലിംഗിന്റെ ഹൈറ്റുമായിട്ട് സെയിം ആയിട്ടല്ലേ വരുള്ളൂ. അപ്പൊ ആ ഏരിയയിൽ നമുക്ക് പെൻഡന്റ് ലൈറ്റ്സോ അങ്ങനെ എന്ത് ലൈറ്റ്സ് ആണ് അവിടെ ചൂസ് ചെയ്യേണ്ടത്? അവിടെ പ്രൊഫൈല് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? പ്രൊഫൈൽ ലൈറ്റ്സിനേക്കാളും കുറച്ചും കൂടെ ഈ പ്രൊഫൈൽ ലൈറ്റ്സിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അതിൽ മറ്റേത് നമുക്ക് ചേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. നമുക്കാണെങ്കിലും അത് മാറ്റാനും ഇതെല്ലാം പറ്റും. ബൾബെല്ലാം ചേഞ്ച് ചെയ്യാനും. പ്രൊഫൈൽ ലൈറ്റിന് എന്തെങ്കിലും ഡാമേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ അത് ഓക്കെ. അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ. അപ്പം മാക്സിമം നമുക്ക് ഇതുപോലുള്ള നമുക്ക് തന്നെ മാനുവലി ചെയ്യാൻ പറ്റിയത് നോക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അത് ഞാൻ പ്രൊഫൈലായിട്ട് വിട്ടേക്ക്. അവിടെ എന്തായാലും കൊടുത്തോളൂ. ഓക്കെ. ഓക്കെ, ദെൻ കമ്മിങ് ടു ദാറ്റ് അപ്പാഷ്യോ സ്പേസ്. ഇപ്പൊ കൊടുത്തേക്കുന്നത് ആ പാഷ്യോ സ്പേസ് ആ സെയിം ആണല്ലോ അല്ലേ? ആ ആ ബോർഡ് ഇങ്ങനെ തന്നെ. കറക്റ്റ്. ആ അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴും ഈ സ്പേസിന്റെ ഡയമെൻഷൻ ഉം. നമ്മുടെ, അതായത് ഈ ബേസ്മെന്റ് കെട്ടിയ ലെവലിലല്ലേ നീ നിൽക്കുന്നത്? അതെ ആണോ? അതെ അതെ അതെ. അതെ. ഞാനിത് മറ്റേ നീക്കി ചെയ്തില്ലായിരുന്നു, അപ്പൊ അതെനിക്ക് ക്ലിയർ ആയില്ലായിരുന്നു, ഞാനത് കേട്ടില്ല. ഞാൻ അല്ല, ഞാൻ ചോദിക്കുന്നത് ഇത് പ്ലാനിലുള്ളത് പോലെയാണോ അതോ നമ്മൾ അതുപോലെ ബേസ്മെന്റ് തന്നെ, കെട്ടിയേക്കുന്ന പോലെ? അതുപോലെ തന്നെ ഏഹ് പ്ലാനിൽ ആദ്യം ഷെയർ ചെയ്ത് തന്നില്ല, അതുപോലെ തന്നെയായിരുന്നു ചെയ്തത്. ഓക്കെ, ഞാൻ ബേസ്മെന്റ് കെട്ടിയേക്കുന്ന എങ്ങനെയാന്ന് പറഞ്ഞത് മനസ്സിലായോ? അത് മനസ്സിലായി, ഇപ്പൊ സ്ട്രെയിറ്റ് അത് ആണ് അവര്. സ്ട്രെയിറ്റ് ആയി. ഓക്കെ. ഓക്കെ, അപ്പം അതൊന്ന് സൂം ഔട്ട് ചെയ്തേ. അപ്പോഴും ആ വിൻഡോ, അല്ല ആ ഭിത്തി അത് ഇല്ല, സെയിം അല്ലേ അത് വന്നേക്കുന്നത്? ഭിത്തി അല്ല ആക്ച്വലി. ഇത് ഈ ബോള് ഒരു മിനിറ്റ്. ആ, ആ, ആ ഓക്കെ, ഇത് ഞാൻ ചേഞ്ച് ചെയ്തായിരുന്നു കേട്ടോ, ഞാനത് നേരത്തെ വിട്ടുപോയതാണ്. ഹലോ. ഓക്കെ. ആ ഓക്കെ ഓക്കെ. അത് ചേഞ്ച് ചെയ്തതായിരുന്നു. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് അവിടെ ഒരു വിൻഡോ എന്തെങ്കിലും കൊടുത്താൽ മതി. അവിടെ ആ ഇത് ജാളി ജാളി അത് സ്യൂട്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഉണ്ടെങ്കിൽ നമുക്ക് വിൻഡോ അവിടെ അവിടെ കൊടുക്കാം. ആ ബേ വിൻഡോയും എനിക്ക് ഒന്ന് ഒരു സജഷൻ ഇല്ല. മീൻസ് ആ ഒരു ഓക്കെ വാഷ് ഏരിയയുടെ അവിടെ ഒരു ബേ വിൻഡോ. ഓക്കെ. അത് ഞാൻ അതൊന്ന് വെയിറ്റ് ചെയ്യണം. ഞാൻ ഒരു ഇന്ന് തന്നെ ഞാനൊരു ഇത് അയക്കാം. എന്നിട്ട് അതൊന്ന് വർക്ക് ചെയ്താൽ മതി. ഓക്കെ. ഉം. അവിടെ ബാക്കിലേക്ക് വേറെ എന്തെങ്കിലും ഔട്ട്ഡോർ ആയിട്ട് പാഷ്യോ എന്തെങ്കിലും സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കിങ്ങനെ സ്ലൈഡിങ് ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോ ബാക്കിലേക്കുള്ളത്. ചോദിക്കുന്നത് നമ്മളാ ഈ വാഷ് ബേസിന് ഫ്രണ്ടിൽ ഒരു ഡിസൈൻ കൊടുത്തിട്ടില്ലേ, ഒരു ഓ ഒരു ചെറിയൊരു ഇത്. ഓക്കെ. ഇത് യെസ്, അതൊരു സ്ലൈഡിംഗ് ഡോർ ആക്കിയിട്ട് ബാക്കി സ്പേസ്. ബാക്കി സ്പേസ് അത് സ്ലൈഡിംഗ് ഡോർ ആക്കി കഴിഞ്ഞാൽ എന്നിട്ട് ഇവിടെ എന്തായിട്ട് യൂസ് ചെയ്യാനായിട്ട് പാഷ്യോ പോലെ ഒരു ആ അങ്ങനെ അല്ലേ? അപ്പൊ ആ നമുക്ക് ഇത് കുറച്ചും കൂടെ നീങ്ങി വരും. ഈ ഡൈനിങ് ടേബിളൊക്കെ ചെയർ ഇവിടേക്ക് ഇടേണ്ടി വരില്ലേ? ഡൈനിങ് ടേബിള് കുറച്ചുകൂടെ നീങ്ങി വന്നോട്ടെ. അപ്പൊ കിച്ചന്റെ ഓപ്പണിങ്ങിന്റെ ഫ്രണ്ടിലല്ലേ ഓപ്പണിങ്ങിൽ വരുള്ളൂ ഇവിടെ അത്? വരും. അല്ലേ, അതല്ലേ കുറച്ചുകൂടെ ബെറ്റർ. കൺജഷൻ പോലെ നമുക്ക് ഗ്ലാസ് ഡോസ് ആണെങ്കിൽ അങ്ങനെ കൺജഷൻ ഫീൽ ചെയ്യത്തില്ല. അതെ. നല്ലതാ. അപ്പൊ എന്റെ ഒരു ഡൗട്ട്, അവിടെ ആ ഗ്ലാസ് ഡോർ ചെയ്യണമെങ്കിൽ അവിടെ ഒരു എക്സ്ട്രാ ബീം കൂടെ മുകളിൽ ചെയ്യണ്ടേ? വേണ്ടി വരും. ഓക്കെ. അവിടെ നിന്ന് വേണ്ടി വരും. അപ്പൊ നമുക്ക് അവിടെ ഇങ്ങനെ പ്ലാൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അവിടെ അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ നമുക്ക് അവിടെ വാഷ് ബേസൺ വേണം. ഈ വാഷ് ബേസൺ അതെനിക്കൊരു മിനിമൽ ഏറ്റവും ചെറിയൊരു വാഷ് ബേസിന്റെ ഡയമെൻഷൻ എനിക്ക് തന്നാൽ മതി. ഓക്കെ, ഏറ്റവും ചെറുത്. ഒരു വേണോ? കബോർഡ് വേണമെന്നില്ലല്ലോ. കബോർഡ് പക്ഷെ അവിടെ ഒരു മറവ് വേണം അല്ലേ? ഗ്ലാസ് വിൻഡോ ആണ്. ഗ്ലാസ് വന്നു കഴിഞ്ഞാല് ഓക്കെ. വെയിറ്റ് ഞാൻ പറയാം. എനിക്ക് ആ ഗ്ലാസ് വിൻഡോയുടെ ഓപ്പണിങ്, അതായത് നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കൊടുത്തേക്കുന്ന ടൈലില്ലേ, അവിടുന്ന് വേണം. ഈ ടൈല് ഇവിടുന്ന് ഇങ്ങനെ വേണമെന്നോ? എൽ ഷേപ്പോ? അല്ല, മീൻസ് ആ ടൈലിൽ നിന്ന് തന്നെ അങ്ങോട്ട് ഒരു എൻട്രൻസ് പോലെ പാർശ്വവേഗിലേക്ക്. അതോ ഗ്ലാസ് വിൻഡോയുടെ നടുക്കൂടുള്ള ഓപ്പണിങ് മതിയോ? ഈ ടൈലിന്റെ കാര്യം എന്താണ് എനിക്ക് മനസ്സിലായില്ല. അത് വിട്ടേക്ക്. അതായത് ആ വാഷ് ബേസിൻ അങ്ങനെ ഇരുന്നാല് ആ ബാക്കിലെ ഇത് ഞാൻ പറഞ്ഞുതരാം. അതായത് ആ ബാക്കിലെ ആ വാഷ് ബേസിൻ, എനിക്ക് ആ ചെറിയ വാഷ് ബേസിൻ മതി. അപ്പൊ അവിടെ കുറച്ചുകൂടെ സ്പേസ് കിട്ടൂലേ? കിട്ടും. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ചെറുതെന്ന് പറഞ്ഞാലും നമുക്കൊരു 80 സെന്റിമീറ്റർ എങ്കിലും ഇല്ലെങ്കിൽ ഒന്നത് ഒറ്റ കോമൺ വാഷ് ബേസിൻ അല്ലേ, കോമൺ വാഷ് ഏരിയ അല്ലേ? അപ്പൊ അത് തീരെ ചെറുതാക്കി എടുക്കണോ? ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും 80-ലൊക്കെ കുറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, അന്ന് ആ ഒരു സ്റ്റാൻഡേർഡ് സൈസിൽ അവിടെ ഇരുന്നോട്ടെ. ബാത്റൂമിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറുത് വെക്കാം. ഇപ്പൊ കോമൺ ഏരിയയിലൊക്കെ ആകുമ്പോൾ ഡൈനിങ് സ്പേസ് നോക്കിയത് നമുക്കത് അത്ര ചെറുതാക്കുന്നത് കുറച്ചുകൂടി സ്പേസ് ഉള്ളതാ നല്ലത്. ഓക്കെ, അത് ആ ഒരു സ്റ്റാൻഡേർഡ് സൈസ് ഇരുന്നോട്ടെ. എനിക്ക് പിന്നെ അവിടെ ഒരു ബേ വിൻഡോ അത് പകുതിയാക്കിയിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു സീറ്റിംഗ്, ഒരു ചെറിയൊരു സീറ്റിംഗ് മീൻസ് ഒരു കെട്ട് മാത്രം മതി. ഞാൻ എന്ത് റെഫറൻസ് തരാൻ പറ്റുമോ നോക്കട്ടെ. നിങ്ങൾ റെഫറൻസ് ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു തന്നെ.